ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 ആഴ്ച കൂടുമ്പം ഒരു കീമോ വെച്ച് അങ്ങനെ 6 എണ്ണമാണ് മൊത്തം. ഫസ്റ്റ് കീമോ ഈ 6 കീമോ കഴിഞ്ഞിട്ട് പിന്നെ സർജറിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയാണ് അവർക്ക് ഇതുവരെ പോകാനുള്ള ധൈര്യം കൊടുത്തത്. എൻ്റെ ചേച്ചി എന്നെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി നിർത്തി റിസൈൻ ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായത്. പക്ഷെ രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും നോക്കണം എന്നെ, അതാണ് ഡോക്ടർ പറഞ്ഞത്. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്യാൻസറിന് പറയാനുള്ളത്. സോ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ചേച്ചിയോടും ചേട്ടനോടും എന്താണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴും എനിക്കറിയില്ല. ചിലപ്പോൾ സീരിയസ് ആയിരിക്കും, എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാതാണ് ഞാൻ പോകുന്നത്. സോ നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി. എന്നെ ഓർത്തിട്ടല്ല, എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്ക് സൗഖ്യമാക്കണം. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കഥ പറയാനായിട്ടല്ല ഇരിക്കുന്നത്. ഇപ്പോൾ രേണുസുതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ധാരാളം വ്യക്തികളാണ് സ്തനത്തിന്റെ ക്യാൻസറിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ മുഴകളും ക്യാൻസർ അല്ല, പക്ഷേ ക്യാൻസർ ആയിട്ടുള്ള മുഴകൾ പലപ്പോഴും തുടക്കത്തിൽ നമ്മൾ വേദനയില്ലാതെയും വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പേടിക്കേണ്ടതല്ല നമ്മൾ ചെയ്യേണ്ടത്, അത് അവഗണിക്കാനായിട്ട് പാടില്ല. കാരണം ബ്രസ്റ്റ് ക്യാൻസർ വളരെ നേരത്തെ കണ്ടെത്തിയാൽ 100% ചികിത്സിച്ച് പൂർണ്ണമായിട്ട് ജീവിതത്തിലായിട്ട് മടക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അങ്ങനെ വളരെ കുറച്ച് ക്യാൻസറുകളെ ഉള്ളൂ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു രോഗത്തെക്കുറിച്ചല്ല, ഒരു ജീവൻ രക്ഷിക്കുന്ന അറിവിനെ കുറിച്ചാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രേണുസുതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രേണുവിനെ ക്യാൻസർ സ്ഥിരീകരിച്ച ഒരു വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ഇപ്പോൾ രേണു തന്നെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് രേണുവിന് ക്യാൻസർ ആണ് എന്ന് രേണു തന്നെ പറയുകയുണ്ടായി. രേണുവിൻ്റെ ചാനലിൽ കൂടെ പല വീഡിയോകളും ഇപ്പം പുറത്തു വരുന്നുണ്ട്. ഒടുവിൽ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് കീമോ തുടങ്ങാൻ പോവുകയാണ് എന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. സഹോദരിയുടെ കൂടെയാണ് രേണു ട്രീറ്റ്മെൻറ്റ്, ചേട്ടനും സഹോദരിയുടെയും കൂടെയാണ് രേണു ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്. അതുപോലെ തന്നെ ഈ സഹോദരി ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന നേഴ്സായിരുന്നു. അവർ ആ ജോലി തന്നെ രാജിവെച്ചുകൊണ്ട് തന്നെയാണ് രേണുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് വന്നു നിൽക്കുന്നത്. അത് കൂടപ്പിറപ്പുകളിൽ ആരെങ്കിലും ഒരാൾ, കൂടപ്പിറപ്പായിട്ടുള്ള ആളുകൾ നിൽക്കണം എന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ രേണുവിൻ്റെ സഹോദരി തൻ്റെ ജോലി വരെയും ഉപേക്ഷിച്ച് അനിയത്തിയെ നോക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധയോടുകൂടി തയ്യാറായി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം രേണു പറയുന്നുണ്ട്, സഹോദരിയെ അകത്തേക്ക് വിളിച്ച് ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരി വീട്ടുകാരെയും തന്നെ കേൾപ്പിക്കാതെ വീട്ടുകാരെ മാറ്റി നിർത്തി തൻ്റെ അസുഖ വിവരങ്ങൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നു. അതായത് ഹൃദയത്തിൻ്റെ മസിലിലേക്കും ഒക്കെ ലങ്സിലേക്കും ഒക്കെ വ്യാപിച്ചെന്ന് കഴിഞ്ഞ ദിവസം രേണു പറഞ്ഞിരുന്നു. അത് 15 വയസ്സായപ്പോൾ രേണുവിന് രോഗം സ്ഥിരീകരിച്ചതാണ്. പക്ഷേ രേണു ആ ഒരു വിവരം വീട്ടുകാരോട്, കൂട്ടുകാരോടോ ആരോടും പറയാതെ അത് മറച്ചു വെച്ചിരുന്നു. അപ്പൻഡിക്സിന് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് രേണുവിൻ്റെ ഈ രോഗം ബ്രസ്റ്റിൽ ഒരു മുഴ പോലെ വരികയും വേദനയില്ലാത്ത മുഴയായതുകൊണ്ട് അതത്ര കാര്യമാക്കാതെ വെച്ചിരുന്നിട്ട് അത് പിന്നീട് അത് പഴകിയാണ് അത് ട്യൂമറായി മാറിയിരിക്കുന്നത്. അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇപ്പോൾ അത് കുഴപ്പമില്ല, പക്ഷെ പിന്നീട് ഭാവിയിൽ ഇത് ട്യൂമറാകാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ആ ഒരു സാധ്യത പോലും തള്ളിക്കളഞ്ഞാണ് രേണു ജീവിച്ചുകൊണ്ടിരുന്നത്. വിവരങ്ങൾ ആരോടും പറയാതെ അവസാനം മാനേജരായ കരിഷ്മയോട് പറഞ്ഞപ്പോഴാണ് കരിഷ്മയാണ് സഹോദരിയോടും വീട്ടുകാരോടും ഒക്കെ പറയുകയും ഈ വിവരം അറിയുകയും ചെയ്തത്. അതിനുശേഷം ട്രീറ്റ്മെൻറ്റിനായിട്ട് നടക്കുകയും ചെയ്തു. അപ്പോൾ രേണു സബ്സ്ക്രിപ്ഷൻ എന്നൊരു പരിപാടി വന്നതോടുകൂടിയാണ് രേണുവിനെ പറ്റി ആളുകൾക്ക് കൂടുതലും വിമർശനങ്ങൾ. കഴിഞ്ഞ മാസമൊക്കെ എനിക്ക് തോന്നുന്നു രേണുവിനെ കുറിച്ച് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ മിക്കവരും പ്രതികരിച്ച്, ഞാൻ ഉൾപ്പെടെ പലരും വിമർശിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത്, രേണുവിന് അസുഖം നേരത്തെ അറിയാവുന്നതുകൊണ്ട് ചികിത്സാ ചെലവിന് വേണ്ടിയിട്ടുള്ള ഒരു ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയിലായിരുന്നു രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതെന്നുള്ള കാര്യം. ഇനാഗുറേഷനും ആൽബം ഷൂട്ടിങ്ങും ഒക്കെ ഉണ്ടായിട്ടും കൂടുതൽ പണം ഇതിൽ കൂടെ പെട്ടെന്ന് സമ്പാദിക്കാം, ചികിത്സാ ചെലവിനൊക്കെ നല്ല ചെലവ് വരും എന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കീമോ ആണെങ്കിൽ പോലും 3 ആഴ്ച കൂടുമ്പോൾ ഒരു കീമോ, അങ്ങനെ 6 കീമോയാണ് നടത്താനിരിക്കുന്നത്. അതിനുശേഷം ആ കീമോ കഴിഞ്ഞതിന് ശേഷം സർജറിയിലേക്ക് പോകുമെന്നാണ് സഹോദരി പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളാണത്. അപ്പോൾ വളരെ വിഷമവും അതുപോലെ തന്നെ ഒരുപാട് പൈസ ചിലവുമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പണം തൻ്റെ കയ്യിലൊന്നുമില്ല. എന്നാലും ഈ ചാനലിൽ കൂടെ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വ്യൂസും ഒക്കെ കൂടിയതിനനുസരിച്ച് അതനുസരിച്ച് ഡോളറൊക്കെ കിട്ടുകയും പണം സമ്പാദിക്കാം, ആ ട്രീറ്റ്മെൻറ്റിന് ഉപകരിക്കും എന്നൊക്കെയുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ രേണു വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്തായാലും നമുക്ക് അവരെക്കുറിച്ച് ഒരുപാട് അവരുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ട്, പല നന്ദികെട്ട വർത്തമാനങ്ങളും പ്രവൃത്തികളും ഒക്കെ ഉണ്ടായ, പക്ഷേ ആ ഒരു കാര്യമൊന്നും ഇപ്പം നമ്മളതിനെക്കുറിച്ചോ പറയുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ ക്ഷമ ചോദിച്ചിട്ടുണ്ട്.
ആ ചെയ്ത തെറ്റുകൾ തിരുത്തുന്നുണ്ട്, അവർക്ക് പശ്ചാത്താപമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയും നമ്മൾ പണമായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെയെങ്കിലും അവർക്ക് അത് നമ്മളെ കൊണ്ട് പറ്റുന്നതിൽ ഒരു വിഹിതമായിട്ട് കണക്കാക്കാൻ നോക്കുക തന്നെ ചെയ്യണം. അപ്പോൾ അത് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ രേണുവിൻ്റെ വീഡിയോ കാണണമെന്ന് പറയുകയാണ്. കാരണം അവരുടെ ഒരു അസുഖം ഭേദമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായമായിട്ട് തന്നെ അതൊരു ആ വീഡിയോ ചാനലിൻ്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവർക്കതൊരു വലിയ ഉപകാരമായി മാറുകയും ചെയ്യും. പൈസ ആ ഒരു ആശുപത്രി മരുന്നിനും കാര്യങ്ങൾക്കുമുള്ള ചിലവിന് വേണ്ടിയിട്ട് ഉപകരിക്കുകയും ചെയ്യും. എന്തായാലും രേണുവിൻ്റെ അസുഖമെല്ലാം മാറണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പം അവരെക്കുറിച്ച് കുറ്റം പറയുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇവർക്ക് ഇങ്ങനെ ഒരു രോഗം വന്നത് ശത്രുക്കൾക്ക് പോലും ഈ ഒരു അസുഖം വരുത്തരുതേ എന്നാണ് എല്ലാവരും തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ആ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകണമെന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം തന്നെ. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ രേണു ചികിത്സയിലാണ്. രേണു പറയുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ട്, പക്ഷേ റിതപ്പൻ്റെ അമ്മ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഒരു കൊച്ചു കുഞ്ഞാണ്, അവനെ ഒന്നും അറിയാനുള്ള പ്രായമോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. കിച്ചു എന്ന് പറയുമ്പം അവൻ്റേതായ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയി, പക്വതയായി, 10-21 വയസ്സായി. പക്ഷേ ഈ റിതപ്പൻ എന്ന് പറഞ്ഞ കുഞ്ഞിന് അച്ഛനില്ല, അതുപോലെ തന്നെ വേറെ സഹോദരങ്ങളില്ല. കിച്ചു ഉണ്ട്, എന്നാൽ പോലും പിന്നെ ആണെങ്കിൽ അമ്മയുടെ വീട്ടുകാരാണെങ്കിലും അച്ഛനും അമ്മയൊക്കെ അവരൊക്കെ പ്രായം ചെന്ന് വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ കുഞ്ഞിന് ഈ രേണുവിന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അങ്ങനൊരു അവസ്ഥ വരരുത് എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ രേണു എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കണം എന്ന് തന്നെയാണ്. ശരി, ഈ രേണുവിൻ്റെ അസുഖം വിവരം ഇത് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും സ്ത്രീകളായിട്ടുള്ള എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അത് ചികിത്സിച്ചാൽ മാറാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മുടെ ബ്രസ്റ്റിനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേദന ഇല്ലാത്ത മുഴകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായാലും വെച്ചുകൊണ്ടിരിക്കാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. നമ്മൾ പണം ഓർത്തോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് നാളെ ആട്ടെ പിന്നെ ആട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ച് നീട്ടിക്കൊണ്ട് പോകുന്നതാണ് രേണുവിനെ പോലെയുള്ളവർക്ക് ഇങ്ങനെ അസുഖം വരാനുള്ള കാരണമാകുന്നത്. അത് തുടക്കത്തിലെ ചികിത്സിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രത്തോളം സ്റ്റേജ് വരെ എത്തേണ്ട കാര്യം വരികയില്ലായിരുന്നു. ഇപ്പോൾ രേണുവിനെ സംബന്ധിച്ച് 3ാമത്തെ സ്റ്റേജ് കഴിഞ്ഞു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ അത്രത്തോളം വരെയും പോയത് അവർ തുടക്കത്തിലേ അറിഞ്ഞതാണ്. അറിഞ്ഞിട്ടും അത് വേണ്ട സമയത്ത് ചികിത്സിക്കാതെ ഇരുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്രയൊരു രോഗം ഇത്രയും അവസ്ഥയിലേക്ക് വന്നതും. ഈ ഒരു രോഗത്തിൻ്റെ വേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. എന്നാലും നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ്, ചുറ്റുവട്ടങ്ങളിൽ പലർക്കും ഇങ്ങനെയുള്ള ഉണ്ടായിട്ട് അവരൊക്കെ എന്തുമാത്രം വേദന അനുഭവിച്ചെന്നും അതുപോലെ തന്നെ പണം ഇതിനു വേണ്ടിയിട്ടുള്ള ചികിത്സാ ചെലവ് ഇല്ലാതെ കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു രോഗം അത്രയധികം മാരകമായിട്ടുള്ള ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ അത് അറിയുമ്പോൾ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ അത് ഒരു ഏറെക്കുറെ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ബ്രസ്റ്റിനുണ്ടാകുന്ന ക്യാൻസർ എന്ന് പറയുന്നത് 100% മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും വകവെക്കാതെ ശ്രദ്ധിക്കാതെ പണം അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവന് തന്നെയാണ് ഭീഷണിയായി മാറുന്നത്. ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് തന്നെ വരും. അതൊക്കെ രോഗം പഴകി കഴിയുമ്പോൾ ട്യൂമറായിട്ട് മാറി അങ്ങനെയാണ് ഈ ക്യാൻസർ എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അത് തുടക്കത്തിലെ ചികിത്സിക്കാത്ത കൊണ്ടുണ്ടാകുന്ന ഒരു നമുക്കുണ്ടാകുന്ന ഒരു പിഴവ് തന്നെയാണ്. എന്തായാലും ഇപ്പം രേണുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്. കീമോ കഴിഞ്ഞിട്ടുണ്ടാകും. ആദ്യത്തെ കീമോയെ 2-3 ദിവസം മുന്നെയാണ് രേണു വീഡിയോ ഇട്ടിരുന്നത്. കീമോ നാളെ തുടങ്ങാൻ പോവുകയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും രേണുവിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു വീഡിയോ കണ്ടു. എന്തായാലും രേണുവിൻ്റെ കീമോയിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്നറിയാം. എന്നാൽ പോലും അതിനുള്ള ആരോഗ്യവും അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനക്കരുത്തും ഒക്കെ ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇനിയും ജീവിതം മുമ്പോട്ട് കിടക്കുകയാണ്. 34-35 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ളൂ. അവരുടെ ആഗ്രഹങ്ങൾ ഇനിയും ഒരുപാട് കാണും. അവരുടെ കുഞ്ഞിനെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത്. ഋതപ്പൻ്റെ അമ്മ എന്നെ ഓർക്കണ്ട, എന്നെ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായേക്കാം, എന്നാലും നിങ്ങൾ ഋതപ്പൻ്റെ അമ്മ, കുഞ്ഞിൻ്റെ അമ്മ രക്ഷപ്പെടണേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് രേണു പറയുന്നത്. ആ ഒരു വാക്കുകളിൽ തന്നെ നമുക്കറിയാം എത്രത്തോളം വിഷമമുണ്ട് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് ഒക്കെ ആ ഒരു അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്. ആ ഒരു പ്രതീക്ഷകൾക്കൊന്നും മങ്ങലേക്കാതെ പൂർവാധികം ശക്തിയോടുകൂടി നല്ല രീതിയിൽ തന്നെ ആരോഗ്യത്തോടു കൂടി ഈ അസുഖത്തെ എല്ലാം തരണം ചെയ്ത് നല്ല മനക്കരുത്തോടു കൂടി ഇതെല്ലാം നേരിട്ട് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് രേണുവിൻ്റെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ആ വീട്ടുകാർക്കും അവർക്കെല്ലാവർക്കും അതിനുള്ള ഒരു ശക്തിയും അതുപോലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരുപാട് ആളുകളാണ് രേണുവിനിപ്പം സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾ രേണുവിനെ പണ്ട് വിമർശിച്ചിരുന്ന മിക്ക കുറേ ആളുകളുണ്ടെങ്കിൽ അവരെല്ലാവരുടെയും വായിൽ നിന്നിപ്പോൾ രേണുവിനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ചില അതിൻ്റെ അകത്ത് ആളുകൾ എന്താ മനസാക്ഷി ഇല്ലാത്തവർ ചില കമൻറ്റുകൾ ഇടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സിബി എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് ആദരാഞ്ജലികൾ, ജീവനോടെ ഇരിക്കുന്ന രേണുവിന് ആദരാഞ്ജലികൾ വരെയും രീതിയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു FB-യിൽ. അത്രയും എന്താ പറയുന്നത്, നെറികെട്ട മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവർ അവരവൻ്റെ വീട്ടിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക. അവനവൻ്റെ കൂടപ്പിറപ്പിനോ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒക്കെയാണ് അവസ്ഥ വരുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമായിരുന്നു. അവർക്കിങ്ങനെ ഒരു രോഗം നിർണയിച്ചു എന്ന് കരുതുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അവരുടെ ഫോട്ടോയും ഇട്ട് പോസ്റ്റ് തയ്യാറാക്കുമായിരുന്നോ? അത് സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ കൂടപ്പിറപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരിക്ക് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ ആ ഒരു സമയത്ത് അവരെന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും വെറുപ്പും വൈരാഗ്യത്തോടും കൂടി അങ്ങനെ ഒരു പ്രതികരണം ഒരു മനുഷ്യരിലും ഉളവാക്കരുത്. നാളെ നമുക്കും എന്താ വരാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റത്തില്ല. ഇപ്പം ഇന്ന് വേറൊരാൾക്കാണെങ്കിൽ നാളെ നമുക്കായിരിക്കും, അതിപ്പോൾ അറിയാൻ പറ്റില്ല. അതിപ്പോൾ എത്ര വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല ഒരു രോഗം വരുന്നത്. അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാവുന്ന കാര്യമാണ്. എന്ത് തന്നെയായാലും ഈ ഒരു അവസരത്തിൽ രേണുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. അതുപോലെ തന്നെ രേണുവിന് നല്ലത് വരാൻ വേണ്ടിയിട്ട് തന്നെ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.